ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചെലവഴിച്ച തുക ഒരു രൂപത്തിലും ദേവസ്വം ബോർഡിന്റെ എടുക്കില്ല, ഗവൺമെന്റിന്റെ എടുക്കില്ല, മറിച്ച് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്ന് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്ന വ്യത്യസ്തമായിട്ടുള്ള റിട്ട് പെറ്റീഷന്റെ വാദം മുഖത്ത് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ വരുന്ന 17-ാം തീയതിയാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ 9/9/2025 ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ, വ്യത്യസ്ത റിട്ട് പെറ്റീഷനുകൾ പരിഗണിച്ചപ്പോൾ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം, ആ റിപ്പോർട്ട് ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ദേവസ്വം ഓഡിറ്റിംഗ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് 45 ദിവസമാണ് ആദ്യം അനുവദിച്ചത്. അതിനുശേഷം 2 തവണ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രൂപത്തിൽ സൂചിപ്പിച്ചു. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ഓഡിറ്റർക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തട്ടിക്കൂട്ടിയെടുത്ത് ഹൈക്കോടതി മുമ്പാകെ അത്ഭുതകരമാണ്. ഒരു ഓഡിറ്റർ ബില്ല് പരിശോധിക്കാതെയാണ് തയ്യാറാക്കുക എന്നാണോ അങ്ങ് പറയുന്നത്? നോക്കൂ, ആ ബില്ലുകളുടെ വിശദാംശങ്ങൾ സഹിതമല്ലേ ആ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങയുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ട്. ഓഡിറ്റർ കൃത്യമായും വിവിധ ഹെഡുകളിൽ വന്ന ബില്ലുകൾ അനുസരിച്ച്, ബില്ലുകളുടെ എമൗണ്ട് അനുസരിച്ചാണല്ലോ ഓഡിറ്റ് ചെയ്യുക. അല്ലാതെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടാൻ പറ്റുമോ? അതാണ് ചോദിച്ചത്. ഞാൻ വായിക്കാം. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ പേജ് 2 6ാമത്തെ പാരഗ്രാഫ് നോക്കുക. ഹെൻസ് the auditor could not verify the actual expenses incurred by the subcontractors in relation to the execution of the work. The auditor is unable to verify the agreement between IIIC and subcontractors since the same were not made available for audit. അപ്പോൾ ആദ്യം തന്നെ ഓഡിറ്റർ കുഡ് നോട്ട് വെരിഫൈ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി സബ് കോൺട്രാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ദി എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞത്? അതായത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചില പ്രപ്പോസൽസ് കൊടുക്കും, എസ്റ്റിമേറ്റ് കൊടുക്കും. ഇവിടെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് കട്ടിലിന് ഇത്ര, മുഖ്യമന്ത്രിക്ക് കിടക്കയ്ക്ക് ഇത്ര, അതുപോലെ ഇന്ന പരിപാടിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട്. പണ്ട് നമ്മൾ ഇത് ചൂരൽമല മുണ്ടക്കൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെന്റ് കൊടുത്ത എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെ ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഒരു ശവസംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ, 90 ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചാൽ. അതുകൊണ്ട് ആധികാരികമായി പറയുന്നു. ഒറ്റ മിനിറ്റ്, ഞാൻ പറയട്ടെ തുടക്കമല്ലേ, നിങ്ങൾ എനിക്ക് എന്റെ ഒറ്റ ചോദ്യമല്ല, എനിക്ക് ഉത്തരം നിരവധിയുണ്ട്. ഒരു ഓഡിറ്റർ എസ്റ്റിമേറ്റ് ആണ് ഓഡിറ്റ് ചെയ്യുക. അല്ല, ഒറ്റ മിനിറ്റ്, ചോദ്യം ഒറ്റ മിനിറ്റ്. താങ്കൾക്ക് അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ഒറ്റ ചോദ്യം ഉള്ളായിരിക്കാം, പക്ഷെ എനിക്ക് ഉത്തരം നിരവധിയുണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ല. കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്ത് വന്നത് എന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രമല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ, നന്ദഗോവിന്ദം ഭജനം, ആ ഭജന നടത്തി, ആ ഭജനം നടത്താതെ പൈസ വാങ്ങിച്ചു എന്നതുൾപ്പെടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ നിരവധി വാർത്ത കൊടുത്തല്ലോ. നടത്തിയിട്ടില്ല. ആരാ നടത്തിയെന്ന് പറഞ്ഞത്? എസ്റ്റിമേറ്റിന്റെ ഭാഗമായി ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങ് കണ്ടോ? ആ പരിപാടി ആരാ പറഞ്ഞത്? വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് പറഞ്ഞത്. ഞാൻ വായിക്കാം. റിപ്പോർട്ടൊക്കെ കണ്ടു. എന്താ പാർട്ട് ജെ കൾച്ചറൽ ഇവന്റ്സ് നന്ദഗോവിന്ദം പറഞ്ഞത്? വിജയൻ അസോസിയേറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ് അഭിലാഷേ, ഒറ്റ മിനിറ്റ് വായിക്കൊന്നും വേണ്ട, എനിക്കറിയാം. താങ്കൾ ഒരു മിനിറ്റ് ക്ഷമിക്കൂ മിസ്റ്റർ. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഒരു അസോസിയേറ്റ് മെമ്പറെ ഈ ചാനൽ ചർച്ചയിൽ എടുത്തിട്ട് ചോദ്യം ചോദിക്കുക. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്റെ പാർട്ടിയാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും, ഞാൻ പറയാം. ദേവസ്വം ബോർഡ് 17/2 ശബരിമല കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത്. ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ടാണ്. താങ്കൾ ചോദിച്ചില്ലേ നന്ദഗോവിന്ദം ഭജൻസിന്റെ നടക്കാത്ത ഗാനമേളയുടെ, നടക്കാത്ത ഭജനയുടെ പൈസ നിങ്ങൾ എവിടുന്ന് കൊടുത്തു? നോക്കൂ സാർ, ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു. പാർട്ട് ജെ സെക്കൻഡ് ഐറ്റം, നന്ദഗോവിന്ദൻ ഭജൻസ് നേരത്തെ തീരുമാനിച്ച റേറ്റ് 2 ലക്ഷം രൂപ. ആക്ച്വൽസ് എത്രയാ? ആക്ച്വൽ എമൗണ്ട് എത്രയാ? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ഈ പറഞ്ഞ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന് ആക്ച്വൽസിൽ, മീൻസ് 8 ലക്ഷം കൊടുത്തു എന്ന്
ആരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓഡിറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭജന നടന്നിട്ടില്ല, നന്ദഗോവിന്ദം ഭജൻസ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. ഇതിൽ ആരെയാണ് സാർ കുറ്റം പറയുന്നത്? മാതൃഭൂമിയാണോ? കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? അതാണ് ചോദിച്ചത്. ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ വ്യക്തി, ആ മഹാൻ, ഒരു തരത്തിലും ഒരു ഫയലും പരിശോധിക്കാതെ, ഒരു ബില്ലും പരിശോധിക്കാതെ, ദേവസ്വം ബോർഡുമായിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാതെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ തന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കി വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്ന് വെരിഫൈ ചെയ്യാതെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ഇതേ വാദം തന്നെയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വരവ് ചെലവ് കൃത്യമായിട്ടുണ്ട്, ഓരോ ബില്ലുമുണ്ട്. ഞങ്ങൾ അത് 17/2/2026 വെരിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് we are not aware about this auditor report which was filed before the Honorable High Court എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിന്റെ 8ാമത്തെ പാരഗ്രാഫ് താങ്കൾ ഒന്ന് വായിച്ചു നോക്കിയേ. ആ ലാസ്റ്റ് പാരഗ്രാഫ്, ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ഹൈക്കോടതി കൃത്യമായി ദേവസ്വം ബോർഡ് പറയട്ടെ. 2, ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ഹാവിംഗ് പെരൂസ്ഡ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പ്ലേസ്ഡ് ബിഫോർ us pursuant to the directions issued by this court and noting the nature of the qualifications observance record therein, we are of the view that explanations and clarifications are required not only by the Devasam Board but also the Kerala State Audit Department so that appropriate directions may be considered and issued by this court in the matter of financial accountability. ഇതൊക്കെ ഗവൺമെന്റിന് ഒരു രീതിയുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയ കണക്കിത്ര, എനിക്ക് പോയി പരിശോധിക്കാൻ സമയം കിട്ടിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, ഫയൽ നോക്കാൻ പറ്റിയില്ല. പക്ഷെ കോടതി 45 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് തരിക എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് ഹാജരാക്കിയവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. ദേവസ്വം ബോർഡോ ഗവൺമെന്റോ നോട്ട് ലൈബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല. എന്തായാലും ഈ വാർത്തകളൊക്കെ വരുന്ന വിഷയമാണ്. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ് ചോദ്യം ചോദിക്കാനായി. ഒരു വിശദീകരണമാണ്. ഈ വാർത്തകളൊക്കെ വരുന്നത് ശബരിമല സ്പെഷ്യൽ വാർത്തകൾ മുഴുവൻ വ്യാജമാണ്. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ്? നിങ്ങൾ തന്നെ തിരുത്തി പറയേണ്ടി വരും. ഓഡിറ്റ് വ്യാജം. നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും. വ്യാജത്തിന്റെ ഡെഫിനിഷൻ എന്താ പറയൂ? കേരള ഹൈക്കോടതി മുമ്പിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത് വ്യാജ കാര്യമാണോ? ഉള്ളടക്കം വ്യാജമാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിയിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ? കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ? അല്ലയോ? യെസ് ഓർ നോ? ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിന് മുമ്പിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ? കൃത്യമായി പറയുന്നു. ഒരു കണക്കും പരിശോധിക്കാതെ, ഒരു ബില്ലും പരിശോധിക്കാതെ, വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടാണ് വാർത്തയായി കൊടുത്തത്. വ്യാജമല്ല. കൃത്യമായ ബോധ്യങ്ങളുള്ള രേഖയുള്ള കാര്യമേ കൊടുത്തിട്ടുള്ളൂ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ഇനി ആ റിപ്പോർട്ടിൽ കുഴപ്പങ്ങൾ ദേവസ്വം ബോർഡ് മറ്റു കണക്കുകൾ ഹാജരാക്കി അത്തരം അനോമലീസ് പരിഹരിക്കുക. പക്ഷെ വാർത്ത എന്ന് പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത രേഖയുടെയും ഓഡിറ്റ് രേഖയുടെയും അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ്. അത് ക്ലാരിഫൈ ചെയ്യണമല്ലോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. ചായ കുടിച്ചോ?